ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഈ ബാഗിൽ ഇത് കണ്ട ഈ 2 ബാഗിൻ്റെ അകത്ത് ഇവിടെ 2 ബീറ്റ്റൂട്ടിൻ്റെ ഇതിൻ്റെ മേലത്തെ തിരി ഇങ്ങനെ ഞാൻ മുറിച്ചിട്ട് ഇങ്ങനെ മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തിരി വന്നു. ഇത് നടാൻ വേണ്ടിയിട്ടാണ് തിരി വന്നു വേണ്ട. ഇത് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഈ ഇതിൻ്റെ അകത്താണ് നടന്നു. ഇതിപ്പോൾ ബാഗ് ഇങ്ങനെ കൂട്ടുന്നു എങ്ങനെ അത് ആക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതേപോലെ കുറച്ച് വീതിക്ക് ഇങ്ങനെ ഇതേപോലെ ആക്കിയിട്ടാകുമ്പോൾ ഇതിങ്ങനെ മടക്കുക. കണ്ടില്ലേ? ഇതേപോലെ മടക്കുക. ആ മടക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിങ്ങനെ തിരിച്ച് വെക്കുക. അതേപോലെ ഇതും ചെയ്യുക. ഇതേപോലെ വീതി വരണം. വീതിക്ക് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്, മറ്റൊന്നല്ല. ഇത് അല്ലെങ്കിൽ അതേപോലെ തന്നെ നിന്ന് പോകും. ഇപ്പം ഇതേപോലെ ആക്കിയിട്ട് നിങ്ങൾക്കിത് ആക്കുന്നത് കാണണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ആക്കി വെച്ചിട്ട് നിങ്ങളെ കാണിക്കൂ. ഇതിപ്പോൾ ഇങ്ങനെയായി. ഇപ്പോൾ 2 ഇതുമായല്ലോ. ഇതിങ്ങനെ 2 ആയി, ഇങ്ങനെയായി. ഇതിനിപ്പോൾ അടിമറിക്കണം. ഇങ്ങനെ അടിമറിച്ചിട്ട് ഇതിൻ്റെ നടുക്ക് അപ്പുറം ഇപ്പുറം രണ്ടിൻ്റെ സൈഡിൽ ഓരോരോ ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കത്രികത്ത് മുറിക്കുമായിരുന്നു, അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് അതുകൊണ്ട് കമ്പിയെടുത്ത് കുത്തിയാലും മതി. ഇതിപ്പോൾ ഇങ്ങനെ അടിമറിച്ചിട്ടാകുമ്പോൾ ഇത് നേരെ വെക്കണം. കണ്ടില്ലേ? ഇതേപോലെ ആ കോട് മറിഞ്ഞു പോറും. ആ കോട് അവിടെ മടക്കിയിട്ട് അവിടെ പൊളിച്ച് വെക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് മൂല ഇങ്ങനെ ശരിക്കും വട്ടത്ത് കിട്ടുള്ളൂ. കണ്ടില്ലേ? ഇതുപോലെ ആക്കി വെക്കണം. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇതുപോലെ മടക്കിയിട്ട് വെക്കുക. ഇത് കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചിട്ടുണ്ട്. ഈ സൈഡ് 2 ഒന്നിതാ 2 മടക്കി അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ മടക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ മടക്കി വെക്കുക. അതിന് ശേഷം ഇതിനകത്ത് ഞാനിപ്പോൾ ഒന്നിൽ നട്ട് കാണിച്ചു തരാം. 2 സൈഡിലും ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട, ഒന്നുവിടാം 2 ദ്വാരങ്ങൾ. ഇതിപ്പോൾ ഞാൻ ഈ സീമൊക്കെ വന്നതിൻ്റെ ചപ്പിയിൽ കൂടുതൽ തോലിടാൻ പറ്റൂല. അതുകൊണ്ട് കുറച്ച് ഞാൻ പോട്ടി മിക്സ് ആക്കി വെച്ചതാണ് വരിയുള്ളത്. ഇതിനകത്ത് കുറച്ച് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടി ഇടണം. ഇത് കണ്ടില്ലേ? അത് നിങ്ങൾക്ക് കണ്ടല്ലോ. ഇതുപോലെ തന്നെ ഈ ബാഗിലിപ്പോൾ ഇത് നിറച്ച് ഇതേപോലെ വെച്ചു. അതിന് ശേഷം ഇതിനകത്ത് കുറച്ച് പ്രോട്ടീൻ മിക്സ് വാരിയിടുക. ഇതേപോലെ ഉണ്ടല്ലേ? പ്രോട്ടീൻ മിക്സ് വാരിയിടുക. കുറച്ച് എല്ലുപൊടി കുറച്ച് ഇതും കൂടി ഇട്ടിട്ട് കൂട്ടി പെരക്കണം. അത് വയ്യ ഇടാം. വേപ്പും പിണ്ണാക്കും കൂടി ഇടണം. എന്നാൽ മാത്രമേ വേഗം അതിന് വളർച്ച കിട്ടുള്ളൂ. വളരാൻ വേണ്ടിയിട്ടാണ്. വേഗം ഇത് വളർന്നിട്ട് അതിപ്പോൾ ഞാൻ തയ്യാക്കി വെച്ചിട്ട് അത് മുറിച്ചിട്ട് അതിൻ്റെ ഇത് കൊണ്ടുവന്നതിൻ്റെ പകുതിക്ക് തലക്കേ കൂടെ തിരിൻ്റെ അതിലെ കൂടി മുറിച്ച് വെച്ചിട്ടാണ് ഇപ്പം തിരി വന്നത്. ഇനി അത് നട്ട് കൊടുത്താൽ നമുക്ക് ഇതാവും. അതിനാണ് ഞാനിപ്പോൾ അത് നടാൻ നോക്കുന്നത്. അതിപ്പോൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് നട്ട് കൊടുത്താൽ ഇതെങ്ങനെ അങ്ങ് പോയിക്കോളും. ഇപ്പോൾ 2 മണി വേപ്പും പിണ്ണാക്കും, 2 മണി എല്ലുപൊടി കൂടി ഇട്ടിട്ട് അത് അടിയിലോട്ട് ഇളക്കണം. കണ്ടില്ലേ? ഇത് ഇനി ഇളക്കിയിട്ട് ഇതേപോലെ ഒരുപോലെ ഇളക്കിയിട്ട് അത് അടിയിൽ പോകാൻ മാത്രം നല്ല ശരിക്കും ഇളക്കിയിട്ട് വേണം ഇത് യോജിപ്പിച്ചിട്ട് നടന്നിട്ടില്ല. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഒന്ന് എടുത്തിട്ട് നടുക. കാണിച്ചു തരാം. ഇത് കണ്ട തൈ കണ്ടില്ലേ? ഇത് ഇനിയിപ്പം ഇതിനകത്ത് നട്ടേ. ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്കിപ്പം ക്യാരറ്റോ ബീറ്റ്റൂട്ടോ കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ തിരി മുറിച്ചിട്ട് നമുക്കിങ്ങനെ തേട്ട് വന്നാൽ നമുക്കിത് നട്ടാൽ മതി. ഇതിൻ്റെ തിരി നട്ടാൽ മതി. ഞാൻ മറ്റേ ചെറിയ കുരു പൊടിച്ചിട്ട് വരുമ്പോഴേക്ക് ചെറിയതായാലും നേരാമണ്ണം കിട്ടുകയില്ല, വേഗമൊന്നും ആവുകയും ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തേട്ട് നല്ല ഉഷാറായിട്ട് വരും. ഇതിപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇതാക്കിയിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല. എല്ലാം കാണിക്കുമ്പോഴേക്ക് സമയം പാടാവും. ഇതേപോലെ വേഗം ആക്കിയിട്ട് ഞാൻ ഇതിനകത്ത് ഇത് നിറച്ച് വെച്ചിട്ടുണ്ട്. സൈമൊക്കെ അങ്ങനെ തോല് നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ വാരിയിടാം.
വാരി ഇടട്ടെ. വാരി നിറച്ചിട്ട് ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ മറിഞ്ഞുപോയി, ഞെട്ടിപ്പോയി. ഇതിനകത്ത് കുറച്ച് വേപ്പും ഉണ്ടാക്കിയിട്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഇടട്ടെ. ഇതിനകത്ത് കുറച്ച് എല്ലുപൊടി എടുത്തിട്ട് 2 മണി കുറച്ച് മതി, ചെറിയതല്ലേ സാധനം. അവിടെ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് തട്ടിപ്പോയി, മറിഞ്ഞുപോയി. എന്താ പോട്ട് സാരില്ല, പറമ്പത്തല്ലേ. ഇതിപ്പോൾ ഇതും കൂടി ഇതിലിട്ട് കൊടുക്കട്ടെ. ഇതേപോലെ നിങ്ങളും കൂടിയൊന്ന് വാങ്ങുക. തിരി തേർത്ത് വരുന്നുണ്ടാവും. പിന്നെ ബീറ്റ്റൂട്ടെല്ലാം ഇപ്പം നല്ലോണം തേർത്ത് വരുന്നുണ്ടാവും. ബീറ്റ്റൂട്ട് ക്യാരറ്റെല്ലാം പിന്നെ തിരി വരുന്നുണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. വാങ്ങിയിട്ട് ഇതേപോലെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിൻ്റെ തല തിരിച്ചിട്ട് കുറച്ച് താഴെ കൂടി മുറിക്കുക. തല മാത്രം മുറിച്ചാൽ പോരാ, കുറച്ച് കഷ്ണടക്കം മുറിക്കണം. ഇതേപോലെ കുറച്ച് പകുതിക്കേ കൂടി മുറിച്ചിട്ട് ഇതേപോലെ മുറിച്ചിട്ട് ഇടുക. ഇപ്പം കണ്ടില്ലേ, ഞാൻ ഇതും കൂടി ഇവിടെ നട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനകത്താണ് നടുന്നത്. നമുക്കിത് ഇനി ഇത് ഇത്രയും വേണ്ടു. ഈ വേഗം ഉണ്ടായാലും ഇനി ഇഷ്ടംപോലെ കഴിഞ്ഞ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത്രയും ഉണ്ടാവില്ല. ഇത് ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഇതൊന്നേ ഉണ്ടാവും, ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഒന്ന് നട്ട് കഴിഞ്ഞാൽ ഒറ്റ ഒന്നേ ഉണ്ടാവും. ഇതിൻ്റെ വിത്ത് കൊണ്ടിട്ട് നടാൻ ചിലവൊന്നും നടക്കൂല. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഉണ്ടല്ലേ, കണ്ടില്ലേ, നട്ടിട്ട് കണ്ടില്ലേ, ഇതാ നട്ടിട്ട് കണ്ടില്ലേ, ഇതാ ഉണ്ടല്ലേ. ഇത് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഇതൊക്കെ അടുത്ത് കൊണ്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാ ഇത് കണ്ടില്ലേ, ഇതേപോലെ നടുക. നിങ്ങൾ ഇതുപോലെ നട്ടാൽ നിങ്ങൾക്കും നല്ല പിന്നെ ഇത് ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ എനിക്ക് പറയാം, നല്ല പച്ച നോക്കിയിട്ട് വാങ്ങണം. നല്ല തിരി വന്നത് നോക്കിയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തിരി പകുതിയല്ല കുറച്ച് മേലെ കൂടി മുറിച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വരും. ഇനിയിപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ലൈക്ക് എനിക്ക് തീരെ ലൈക്ക് ആരും അടിക്കുന്നില്ല, അതുകൊണ്ട് റെക്കമെൻഡേഷൻ പോകുന്നില്ല. റെക്കമെൻഡേഷൻ പോകാമെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് അടിക്കാതെ കൊണ്ടാണ്. എല്ലാവരും വന്നവരെ കാണുന്നവരെല്ലാം ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ റെക്കമെൻഡേഷൻ പോകൂ. കമൻ്റ് ഇല്ലെങ്കിൽ ലൈക്കും അടിക്കണം. അതുകൊണ്ട് ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.